രാജ്യത്തിൻ്റെ ഇരുട്ടറ നിറഞ്ഞ കാരാഗൃഹത്തിനുള്ളിൽ മൗനമായി കരയുന്നുണ്ടാവും. ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം ആര് കൊടുക്കും? കോടതി വരാന്തയിലിരുന്നു കൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് സ്വന്തം കണ്ണീര് തുടക്കുന്ന ഈ മനുഷ്യനെ നമ്മളെല്ലാവരും സഹായിച്ചേ പറ്റൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഇത് ബാലുശ്ശേരി പൂനോത്ത് സ്വദേശി EK മുഹമ്മദ്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി സ്വന്തം വിധിയോട് പടവെട്ടി ജയിച്ച EP മുഹമ്മദ്. അതെ, കൊയിലാണ്ടി കോടതി ഈ മനുഷ്യനെ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു. വിധി കേട്ട ഈ മനുഷ്യൻ സന്തോഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് പൊട്ടിപ്പൊട്ടി കരയുകയാണ്. അയൽവാസിയായ മുത്തശ്ശിയും പേരക്കുട്ടിയും പിന്നെ ഒരു പോലീസുകാരുടെയും ക്രൂരമായ വിനോദത്തിന് ബലിയാടായ ഒരു പാവം മനുഷ്യൻ. അതെ, EP മുഹമ്മദ്. വേജ പോസ്കോ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യനെ കഴിഞ്ഞ 4.5 വർഷമായി ഈ 3 പേരും ഈ മനുഷ്യനെ അപമാനിക്കുകയാണ്. ഒടുവിൽ സ്വന്തം നിരപരാധിത്വം തെളിഞ്ഞപ്പോൾ കോടതിയുടെ പ്രതിക്കൂട്ടിലിരുന്നു കൊണ്ട് ഈ മനുഷ്യൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ 4.5 വർഷം ആര് തിരിച്ചു തരും? ഞാൻ അനുഭവിച്ച കടുത്ത മാനസിക പീഡനം, സ്വന്തം വീട്ടുകാരുടെ കൺദൃഷ്ടി എത്താത്ത സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയി ഒളിച്ചു ഞാൻ. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓരോരുത്തരും അനുഭവിച്ചു നോക്കിയാൽ മാത്രമേ ഈ ശിക്ഷയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ കഴിയൂ എന്ന് ഇദ്ദേഹം പറയുന്നു. നീതിയോടും നിയമത്തോടും ന്യായാധിപനോടും കോടതിയോടും ഇദ്ദേഹം ചോദിക്കുന്നു, ഒരാളുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ നിങ്ങൾക്ക് 4.5 വർഷം വേണമോ എന്ന്? കൊഴിഞ്ഞുപോയ എൻ്റെ 4.5 വർഷത്തെ വസന്തകാലം നിങ്ങൾ തിരിച്ചു തരുമോ എന്ന്? സത്യത്തിൽ ഈ മനുഷ്യന്റെ ചോദ്യത്തിന് മുന്നിൽ നീതിപീഠവും ന്യായാധിപനും തല കുനിയേണ്ടി തന്നെ വരും. ഇതുപോലെയുള്ള എത്രയെത്ര നിരപരാധികൾ വിചാരണ തടവുകാരായി രാജ്യത്തിൻ്റെ ഇരുട്ടറ നിറഞ്ഞ കാരാഗൃഹത്തിനുള്ളിൽ മൗനമായി കരയുന്നുണ്ടാവും. ഞങ്ങൾ എന്തിനു വേണ്ടി ഈ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു? ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ് എന്നിവർ ഉറക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നീതിപീഠത്തിനും ഇവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയില്ല. ഇവരുടെ വസന്തകാലവും ഇവരുടെ യൗവനവും നശിച്ചുകൊണ്ട് ഒടുവിൽ വാർദ്ധക്യത്തോടുകൂടി നിരപരാധിയാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് പുറത്തു വന്നാൽ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം ആര് കൊടുക്കും? രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമേ പറയുക.